ഹലോ, എന്താണ് പരിപാടി? ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ചാല് ഉറി കെട്ടാൻ പോവാണ് നമ്മള്. അതായത് ഷെഡില് മഷ്റൂം കൊണ്ടുപോയി വെക്കുന്നതിനുള്ള ഒരു സംവിധാനം. മഷ്റൂം അല്ല, ബെഡ്. സോറി, ബെഡ്. ഓക്കെ, ഉറി കെട്ടാനുള്ള കമ്പി വളയ്ക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതാണ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് നമ്മള് ഓരോ മഷ്റൂം വരുന്നതിന് ഒരു ഓരോരോ ഘട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ വർക്ക് ചെയ്യാനുള്ള ഓരോ ഘട്ടം. അപ്പൊ അതിലൊരു ഫസ്റ്റത്തെ ഒരു സംഭവമാണിത്. ഇപ്പൊ നമ്മള് ഓരോ സ്റ്റെപ്പ് ഓരോ വീഡിയോ ആയിട്ട് ഓരോ എപ്പിസോഡ് പോലെ നമ്മള് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിലൊരു സ്റ്റെപ്പാണ് നമ്മൾ ഉറി കെട്ടുന്ന ഒരു പരിപാടി. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പൊ നമ്മള് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു കമ്പിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. അതായത് ഇതിന്റെ ഉള്ളില് ഇരുമ്പായിരിക്കും. കാരണം ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയുള്ള ഒരു ബലത്തിനുമാണ്. ഇത് നമ്മള് ഒരു 17 ഇഞ്ചിലാണ് കട്ട് ചെയ്യുക. ഓക്കെ, അതായത് 17 ഇഞ്ചിലാണ് ഈ സാധനം കട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്യുക. കാരണം നമ്മൾ ആ ബെഡ് ഇടാൻ ഉപയോഗിക്കുന്ന TP കവർ ഉണ്ടല്ലോ, അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പൊ ആ സംഭവം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് 17 ഇഞ്ച്. അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസുകളാണിത്. ഓക്കെ, ഈ പീസിനെ നമ്മള് 17 ഇഞ്ചിൽ കട്ട് ചെയ്ത പീസുകളാണ്. ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് അങ്ങനെ എത്ര കട്ട് ചെയ്യണം ഡെയിലി അങ്ങനൊന്നുമില്ല. നമുക്ക് ആ ഷെഡ് മൊത്തം കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോ ഓരോ ദിവസം ചെയ്യാനുള്ളത് ഇങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ 17 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത ഈ ഒരു കമ്പി നമ്മള് ലോക്കാക്കാൻ പോകണം. അപ്പൊ നമ്മള് 2 അറ്റത്തും ഒന്നിങ്ങനെ ബെൻഡാക്കി കൊടുക്കാം. ഇങ്ങനെ ബെൻഡാക്കി കൊടുത്തതിന് ശേഷം ഇത് തമ്മിൽ ഒന്നിങ്ങോട്ട് ലോക്കാക്കാം. ഓക്കെ, ഇങ്ങനെ ലോക്കാക്കിയതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 2 തലത്തിൽ. കാരണം അത് വിട്ടുപോരായിരിക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നിർത്തുക. ഞാൻ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. പകിയേ, ഇതാണ് നമ്മള് റൗണ്ട് ചെയ്ത ആ റിങ്. ഓക്കെ, നമ്മളിപ്പോ ആ 17 ഇഞ്ചിൽ കട്ട് ചെയ്ത സാധനം ഇങ്ങനെ റൗണ്ട് ആക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഉറി കട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ പിന്നെ സംശയം, ഇതിപ്പോ നമ്മള് ഇതിപ്പോ എത്ര കെട്ടുന്ന 5 എണ്ണം അല്ലേ? നമ്മള് ഒരു ഉറിയില് 8 റിങ് ആണ് കെട്ടുക. അതായത് 8 ബെഡ് ഇടുന്ന രീതിക്ക് സ്റ്റെപ്പ് ആയിട്ട് റിങ് കെട്ടുക. അതായത് ചിലവര് 7 ചെയ്യാറുണ്ട്, ചിലവര് 8 ചെയ്യാറുണ്ട്. അത് നമ്മളെ ഷെഡിന്റെ ഒരു ഹൈറ്റ് ഒക്കെ അനുസരിച്ച് പരമാവധി 8 ഉള്ളു പോവുള്ളൂ. 9 വരെയും ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ അത് നമ്മളെ ഫ്ലോറിൽ മുട്ടാൻ പറ്റില്ല. ബെഡ് ഫ്ലോറിൽ മുട്ടി കഴിഞ്ഞാല് നമ്മൾ ഈ ഓമ്പും അതായത് പ്രാണികളൊക്കെ ആ ഒരു ബെഡ് കൂടെ, അതായത് റിങ്ങിന്റെ കയറിന്റെ ഒരു ബാക്കി ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവില്ല. നമുക്ക് ബെഡ് വെക്കണ സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുത്താൽ പ്രാണികളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ബെഡിനെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഫ്ലോറിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ട് അതിനനുസരിച്ച് 8, 9, 7 എങ്ങനെയാ വെച്ചാൽ നമുക്ക് സ്യൂട്ട് പോലെ കെട്ടാം. ഇത് 17 ഇഞ്ചിൽ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 17 ഇഞ്ച് കൂടി കഴിഞ്ഞ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റൗണ്ട് ചെയ്താൽ മതി. അതായത് ആ ബെഡ് ഇരിക്കണ്ടേ, അതിനനുസരിച്ച് റൗണ്ട് ചെയ്താൽ മതി. അതപ്പോ വലിയൊരു വട്ടായിട്ട് ബെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ താത്തി അടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? അതിനനുസരിച്ച് റൗണ്ട് ഒന്ന് ചെറുതാക്കുക. ആ ലോക്ക് ചെയ്യുന്ന സാധനം കുറച്ച് വലുതാക്കിട്ട്. ഈ ഉറി കെട്ടാൻ ഈ ഒരു മെത്തേഡ് മാത്രമല്ല? അല്ലല്ല, ഉറി കെട്ടാൻ 2-3 തരം മെത്തേഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ബെഡൊക്കെ വെക്കുമ്പോ കാണാനും കുറച്ച് വൃത്തിയൊക്കെ തോന്നുന്നത് ഇങ്ങനത്തെ ഒരു മെത്തേഡാണ്. പിന്നെ കുറച്ച് ബലമൊക്കെ കിട്ടും. വേറെ 2-3 തരം മെത്തേഡ് ഉണ്ട്. അതായത് ആ നമ്മളവിടെ തൂക്കണ കയറന്നെ കൂട്ടി പിടിച്ച് കെട്ടുക. പിന്നെ കയറിന്റെ ഇടയിൽ കൂടെ ആ കയറിനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇടുന്ന കുറച്ച് സംഭവം കുറി കെട്ടണ മെത്തേഡ് എന്നിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ യൂഷ്വലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇതാകുമ്പോ നമുക്കൊരു സേഫ്റ്റി ആണ്. അതായത് ബെഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ആണ്. പിന്നെ നമുക്കിത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഇത് പിന്നെ വൺ ടൈം എക്സ്പെൻസ് എന്ന് പറയാം. പിന്നെ നമുക്കിത് ഇതിന്റെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബെഡ് മാത്രം റീപ്ലേസ് ചെയ്തായി. ഓക്കെ, അപ്പൊ
ഇതാണ് നമ്മളെ റിങ് ഉണ്ടാക്കണ പരിപാടി. അത് കഴിഞ്ഞു. ഇനി നമ്മളിത് പോയിട്ട് ഷെഡ് പോയി കെട്ടാം. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡ്. ഓക്കെ. അപ്പൊ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.